അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓരോ ബലിപെരുന്നാൾ ദിവസവും നമുക്ക് വിഷമത്തോടെയും പ്രയാസത്തോടെയും അത്ഭുതത്തോടെയും ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് സദ്ദാം ഹുസൈൻ. അധിനിവേശ ശക്തികൾക്കെതിരെ, അമേരിക്കയുടെ തൻപെരുമയ്ക്കെതിരെ, ഇസ്രായേലിന്റെ കുതന്ത്രങ്ങൾക്കെതിരെ അറബ് ലോകത്ത് നിന്ന് ആണത്തത്തോടെ ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച ഈ അടുത്ത കാലം കണ്ട ഏറ്റവും വലിയ ഒരു ധൈര്യശാലിയായ ചരിത്ര പുരുഷനാണ് സദ്ദാം ഹുസൈൻ. 1937 ഇറാഖിലെ ത്രിക്കത്തിന് സമീപമുള്ള അൽ ഔജ എന്ന ചെറു ഗ്രാമത്തിലാണ് അയാൾ ജനിക്കുന്നത്. ഇറാഖിലെ ഏതൊരു രാഷ്ട്രീയക്കാരനും സ്വപ്നം കാണുന്ന ഉന്നതമായ സ്ഥാനങ്ങളിലേക്കുള്ള സദ്ദാം ഹുസൈനിന്റെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇസ്രായേലിനെയും അമേരിക്കയ്ക്കും എതിരായി ചങ്കുറപ്പോടെ നിലകൊണ്ട ഒരു ഭരണാധികാരി എന്ന നിലയിലാണ് സദ്ദാം ഹുസൈൻ എന്ന മുൻ ഇറാഖ് പ്രസിഡന്റ് ഇത്രയും ജനപ്രിയത നേടി സമൂഹ മനസ്സിൽ ഇടം പിടിച്ചത്. കൂട്ടക്കൊലയ്ക്കുള്ള ആയുധങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇറാഖ് ലോകത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന പ്രപഗണ്ട നുണപ്രചരണം ഉയർത്തിപ്പിടിച്ച് ഐക്യരാഷ്ട്ര സേനയുടെ പിന്തുണയുടെ അമേരിക്ക നടത്തിയ അധിനിവേശം ഒടുവിൽ സദ്ദാമിന്റെ കഴുത്തിൽ കൊലക്കയർ വീഴ്ത്തിയതിനു ശേഷമാണ് കെട്ടടങ്ങിയത്. അതെ, അതൊരു ബലിപെരുന്നാൾ ദിവസം തന്നെയായിരുന്നു. അതൊരു ബലിപെരുന്നാൾ ദിവസം തിരഞ്ഞെടുത്തത് യാദൃശികമല്ല, മറിച്ച് അതൊരു താക്കീതായിരുന്നു. പാശ്ചാത്യ ശക്തികൾക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും അവർക്കുള്ള ഗതി ഇതായിരിക്കുമെന്ന് ലോകത്തോട് പറയാതെ പറയുകയായിരുന്നു ഇരുട്ടിന്റെ ശക്തികൾ. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ടതിനെ നിഷ്കരുണം തല്ലിക്കൊല്ലുക എന്ന ഒരു നയമാണ് ഇവിടെയും സ്വീകരിച്ചത്. ഇറാഖിനെ പോലെ മറ്റ് പല രാജ്യങ്ങളിലും ആണത്വത്തോടെ എഴുന്നേറ്റ് നിന്ന ആളുകൾക്കെല്ലാം ഇത്തരം രാസായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, അത് അമേരിക്കയ്ക്കും ലോകത്തിനും എതിരെ പ്രയോഗിക്കുമെന്ന നുണപ്രചരണം നടത്തി ഒരുപാട് രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ രാജ്യത്ത് നിന്ന് അവിടുത്തെ ജനങ്ങളെയും അധികാരി വർഗങ്ങളെയും ഗവൺമെന്റിനെയും ഇല്ലാതാക്കി തന്റെ ഇംഗതികൾക്കും അവരുടെ ആജ്ഞകൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവ സർക്കാരിനെ അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അമേരിക്ക പോലെയുള്ള ലോക പോലീസ് ചമയുന്ന ശക്തികളുടെ എക്കാലത്തെയും ഒരു നയമാണ്. നിരവധി സംഭവ ബഹുലമായ ചരിത്ര നിമിഷങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന സദ്ദാമിന്റെ ജീവിതം അദ്ദേഹത്തിന് അറബ് വംശരുടെ ഇടയിലും മറ്റ് രാജ്യക്കാരുടെ ഇടയിലും പ്രസിദ്ധിയും കുപ്രസിദ്ധിയും നേടിക്കൊടുത്തു. പോരാട്ടവും നാടുവിടലും ജയിൽവാസവും ഒക്കെ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. 1979 ജൂലൈ 16 പ്രസിഡന്റ് പദം ഏറ്റെടുക്കുന്നത് മുതൽ ശക്തമായ ഒരു ഇറാഖിന്റെ സർക്കാർ എന്ന സന്ദേശം കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ചിലർക്ക് അദ്ദേഹം നായകനായെങ്കിൽ മറ്റൊരു ചിലർക്ക് അദ്ദേഹം പ്രതിനായകനായി മാറി. അധികാരം കിട്ടിയ ഒരാഴ്ചക്കുള്ളിൽ വിളിച്ചു ചേർത്ത സബഅ പാർട്ടി യോഗത്തിൽ തനിക്കെതിരെ പ്രവർത്തിച്ചവരുടെ അറസ്റ്റ് ചെയ്ത് അവരുടെ വിചാരണയ്ക്ക് വിധേയമായി അതിൽ 22 പേരെ വധിച്ചു കളഞ്ഞുകൊണ്ടാണ് സദ്ദാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഭരണചക്രം തിരിക്കാൻ തുടങ്ങിയത്. നേരിടുന്ന അപശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ തന്റെ രാജ്യമെന്നോ അയൽ രാജ്യമെന്നോ അദ്ദേഹം ഗൗനിച്ചില്ല. ഇറാനിലുണ്ടായ ഷിയാ വിപ്ലവത്തിന്റെ വിജയം തന്റെ നാട്ടിലേക്ക് വളരാതിരിക്കാനും എണ്ണ വിപണിയിൽ സ്വാധീനമുറപ്പിക്കാനും ഇറാനെതിരെ 1980 മുതൽ 88 കാലയളവിൽ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധം നിരവധി ആളുകളുടെ ജീവൻ ആണ് നഷ്ടപ്പെടുത്തിയത്. യുദ്ധം കാരണം സാമ്പത്തികമായി തകർന്ന ഇറാഖിനെ രക്ഷിക്കാൻ സദ്ദാം കണ്ട മറ്റൊരു മാർഗമായിരുന്നു 1990 കുവൈത്ത് പിടിച്ചടക്കുക എന്ന ഒരു ദൗത്യം. കുവൈത്ത് ചരിത്രപരമായി ഇറാഖിന്റെ ഭാഗമാണ് എന്ന ഒരു ആശയമാണ് അതിനായി സദ്ദാം ഉപയോഗിച്ചത്.
എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ അമേരിക്കൻ സേന നടത്തിയ അക്രമഫലമായി 1921 ഇറാഖിന് കുവൈറ്റിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇറാഖ് കുവൈത്തിലേക്ക് തന്റെ പട്ടാളക്കാരെ ആനയിച്ചു കൊണ്ടുപോയി ആ കുവൈത്ത് പിടിച്ചടക്കിയത്. തന്റെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുന്ന മുന്നേറ്റങ്ങളെയെല്ലാം അദ്ദേഹം അടിച്ചമർത്തി. ഇറാഖിനെ നവീകരിക്കുന്നതിന്, അറബ് ഉപഭൂഖണ്ഡത്തിൽ ഇറാഖിന് സ്ഥിരത നൽകുന്നതിനും സദ്ദാം ഭരണകൂടം ഒരളവോളം സഹായിച്ചു. സുന്നി ഇറാഖികളുടെ ഇടയിലും അറബ് വംശജരുടെ ഇടയിലും അദ്ദേഹം ഒരു നായകനായി വളരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അതിനിടയിലാണ് രാസായുധം സംഭരിച്ചുകൊണ്ട് ഇറാഖ് അമേരിക്കയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2023 മാർച്ച് 20 അമേരിക്ക ഇറാഖ് അധിനിവേശം ആരംഭിക്കുന്നത്. കൃത്യം ഒരു വർഷം മുമ്പ് തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് W. ബുഷ് ഇറാഖ്, ഇറാൻ, നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങളെ ചെകുത്താന്റെ അച്ചുതണ്ട് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഊർജിതമായ പ്രചരണങ്ങൾ, പ്രൊപ്പഗണ്ടകൾ അയച്ചുവിട്ടിരുന്നു. അധിനിവേശത്തിന് കാരണം പറഞ്ഞിരുന്ന രാസായുധ ശേഖരം ഇറാഖിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്നോ കണ്ടെത്താനോ ഐക്യരാഷ്ട്രസഭയ്ക്കോ അമേരിക്കൻ സൈന്യത്തിനോ അവരേൽപ്പിച്ച ഏജൻസികൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ പത്രങ്ങളിൽ ഉദ്യോഗജനമായ വാർത്തകൾ, അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്നത് നമ്മളിൽ പലരും ഓർക്കുന്നുണ്ടാവും. ഒടുവിൽ 2003 ഡിസംബർ 13 അദ്ദേഹം പിടിക്കപ്പെട്ടു. 2006 നവംബർ 5 അദ്ദേഹത്തിന് അമേരിക്കയുടെ പാവകോടതി വധശിക്ഷ വിധിക്കുകയാണ്. സദ്ദാമിന്റെ അപ്പീൽ പരമോന്നത ഇറാഖി കോടതി തള്ളിക്കളഞ്ഞപ്പോൾ 2006 ഡിസംബർ 30 ഒരു ബലിപെരുന്നാൾ സുദിനത്തിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ അധിനിവേശ ശക്തികളുടെ കയർ മുറുകുകയാണ്. പെരുന്നാളിന് വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ മുസ്ലിം ലോകം വിഷമിച്ചു പോയ ഒരു സന്ദർഭമാണ്. പാവ സർക്കാരിന്റെ കോടതി മുറികളിലും അവസാനത്തെ കൊലക്കയറിന് മുമ്പിലും സദ്ദാം ഹുസൈൻ കാണിച്ച അസാമാന്യ ധൈര്യം കണ്ട് ലോകം അന്താളിച്ചു പോയി. കോടതിക്ക് മുമ്പിൽ തീ തുപ്പുന്ന മറുചോദ്യങ്ങളിലൂടെയും പരിശുദ്ധമായ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിറയ്ക്കാത്ത മുഖഭാവത്തോടെ താൻ ഇറാഖി ജനതയുടെ നായകൻ തന്നെയെന്ന് അദ്ദേഹം ആ കോടതി മുറികൾക്കുള്ളിൽ അവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ആ കൂടുകളിനുള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പുഞ്ചിരി തൂകിക്കൊണ്ട് ഷഹാദത്ത് കലിമ ഒരിക്കൽ കൂടി ആവർത്തിച്ച് അദ്ദേഹം ഉറക്കെ പറഞ്ഞുകൊണ്ട് മരണത്തെ മാടി വിളിച്ചപ്പോ ആ ചിത്രങ്ങൾ ഓരോ മുസൽമാന്റെയും മനസ്സിൽ മായാതെ മറയാതെ നിൽക്കുമെന്നത് എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും നമ്മളുടെ മുമ്പിൽ ഒരു സത്യമായി തുടരുകയാണ്. അല്ലാഹു അദ്ദേഹത്തിനും നമ്മളിൽ നിന്നും ഷഹീദായിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.